ഞാൻ ഡോക്ടർ സുമി പി തമ്പി ലിസി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ട്യൂബിലൊക്കെ പ്രഗ്നൻസി ആവുന്ന ഒരു സിറ്റുവേഷൻ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. സാധാരണ രീതിയിൽ പ്രഗ്നൻസി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. പക്ഷേ കുറച്ച് സിറ്റുവേഷൻസിൽ ഏകദേശം ഒരു 1% റഫ്ലി പറയാം, ഒരു 1 to 2% ആൾക്കാരിൽ എക്ടോപിക് പ്രഗ്നൻസി കാണുന്നു. അതായത് നോർമലി പ്രഗ്നൻസി എന്ന് വെച്ചാൽ സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പക്ഷേ ചില കണ്ടീഷൻസിൽ യൂട്രസിൻ്റെ ഉള്ളിലല്ലാണ്ട് യൂട്രസിൻ്റെ വെളിയിൽ, അത് കൂടുതലും ട്യൂബ്സിലാണ്, ഫലോപ്പിയൻ ട്യൂബ്സ് നമ്മൾ പറയും, ട്യൂബ്സിലാണ് അത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പിന്നെ ട്യൂബ്സ് കൂടാണ്ട് ഓവറിയിൽ ഉണ്ടാവാം, വേറെയും സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പുറത്ത് തന്നെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലും അങ്ങനെയൊക്കെ പ്രഗ്നൻസി ആയിരിക്കാം. ഇപ്പോൾ എക്ടോപിക് പ്രഗ്നൻസിനെ പറ്റി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എക്ടോപിക് പ്രഗ്നൻസി ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സാധാരണ രീതിയിൽ എക്ടോപിക് പ്രഗ്നൻസിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ പ്രഗ്നൻസി വളരണ അനുസരിച്ച് നമുക്കറിയാം ഒരു പ്രഗ്നൻസി ഫുൾ ആയിട്ട് ഒരു കുഞ്ഞായിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട് മിനിമം 9 months പിടിക്കും. ഇപ്പോൾ കുഞ്ഞ് വളരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ യൂട്രസും ഗർഭാശയവും വളരുന്നുണ്ട്. പക്ഷേ ട്യൂബിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ട്യൂബിലാണ് പ്രഗ്നൻസി ആവുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വളരുന്നതിൻ്റെ അനുസരിച്ച് ട്യൂബിന് വികസിക്കാനുള്ള കഴിവില്ല. ഇപ്പോൾ കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് ട്യൂബ് പൊട്ടിപ്പോവും. ട്യൂബ് പൊട്ടാൻ നേരത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടാവും, വയറ്റിൻ്റെ ഉള്ളിലൊക്കെ ബ്ലീഡിങ് വരും. അപ്പോൾ അതൊരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലോട്ടേക്ക് തന്നെ എത്താം. അപ്പോൾ പ്രഗ്നൻസിയിൽ ആരംഭത്തിൽ ആദ്യ മാസങ്ങളിൽ ഇപ്പോൾ ശക്തിയായിട്ടുള്ള അടിവയറ്റിൽ വേദന, ബ്ലീഡിങ്, പിന്നെ ചിലർക്ക് ഇങ്ങനെ ഷോൾഡറിലുള്ള പെയിൻ, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ വരേണ്ടതാണ്. ഇനി എക്ടോപിക് പ്രഗ്നൻസിയുടെ നമുക്ക് എങ്ങനെയത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. കുറേ രീതിയിൽ മാനേജ് ചെയ്യാം. ചില കണ്ടീഷൻസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാണ്ട്, അതായത് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, അതിൻ്റെയൊക്കെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ചില കണ്ടീഷൻസിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്യാം. പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതായത് ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട്, മെത്തോട്രെക്സേറ്റ്. ഈ പ്രഗ്നൻസി വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇഞ്ചെക്ഷൻസിൽ കൂടെയും പ്രഗ്നൻസീനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റ് യൂഷ്വലി ഇപ്പോൾ എല്ലായിടത്തും കീഹോൾ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ട്യൂബ് വളരെ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ട്യൂബ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രഗ്നൻസി എടുത്ത് മാറ്റുന്ന ഒരു സർജറി, അതായത് സാൽപിംഗോസ്റ്റമി എന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആണ്, നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്.